മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പല താരങ്ങളുടെയും നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ഒക്കെ മക്കൾ സിനിമയിൽ അഭിനയിക്കാനും മറ്റു മേഖലയിലുമായി ഒക്കെ എത്താറുണ്ട്. അഭിനയ മേഖലയിലാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടാറുള്ളത്. അങ്ങനെ ചില നെപ്പോ കിഡുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായി മാറുകയാണ്. സൂപ്പർ സ്റ്റാർ പദവികളിലേക്ക് വരുന്നു. ആൺമക്കൾ മാത്രമല്ല പെൺമക്കളും ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ വലിയ താരോദയമായി വളരാൻ പോവുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നമ്മൾ കേട്ടത് മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമാ രംഗത്തേക്ക് വരുന്നു എന്നതായിരുന്നു. ഒരിക്കലും വരില്ല എന്ന് വിചാരിച്ച ആൾക്കാരാണ് ഇപ്പോൾ വരുന്നത്. കല്യാണിയൊക്കെ നേരത്തെ തന്നെ എത്തി ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ വിസ്മയുടെ ഊഴമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില തുറന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാന്ദ്ര തോമസ് എത്തിയതും കൗതുകമായി. സാന്ദ്ര തോമസ് മോഹൻലാലിന്റെ മകൾ സിനിമയിലേക്ക് വന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യങ്ങളായി മാറുന്നുണ്ട്. കാരണം സാന്ദ്ര തോമസ് ഇപ്പോൾ തുറന്ന യുദ്ധത്തിലേക്ക് പോയിരിക്കുകയാണല്ലോ. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത സാന്ദ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി തുറന്ന പോരിലാണ്. പ്രമുഖ താരങ്ങൾക്കെതിരെ ഒന്നിലേറെ തവണ സാന്ദ്ര തോമസ് സംസാരിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാറുകൾ പെൺമക്കളെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നതിനെ കുറിച്ച് സാന്ദ്ര തോമസ് പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് വരുന്ന കാര്യവും സാന്ദ്ര തോമസ് പരാമർശിച്ചു. ഒരു അഭിമുഖത്തിലായിരുന്നു സാന്ദ്രയുടെ ഈ വാക്കുകൾ എത്തിയത്. പെൺകുട്ടികളെ വിടാൻ പറ്റുന്ന ഇൻഡസ്ട്രി അല്ല ഇതെന്ന് അപ്പന്മാരായ ഇവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ പെൺകുട്ടികൾക്ക് ഈ ലക്ഷറി അനുഭവിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ. ഇന്നത്തെ മാറ്റങ്ങളുടെ സൂചനയാണ് മോഹൻലാലിന്റെ മകൾ വിസ്മയ അഭിനയ രംഗത്തേക്ക് വരുന്നതെന്നും സാന്ദ്ര തോമസ് പറയുന്നുണ്ട്. ഇന്ന് ലാലേട്ടൻ മകളെ അതുപോലെ എക്വിപ്ഡ് ആക്കിയ ശേഷമാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത വൾണറബിൾ പ്രായത്തിൽ വന്ന ഒരുപാട് പെൺകുട്ടികളെ കണ്ട ആൾ സ്വന്തം മകളെ എക്വിപ്ഡ് ആക്കിയ ശേഷമാണ് കൊണ്ടുവരുന്നത്. അപ്പോഴും പവർ പൊസിഷനിൽ നിൽക്കുന്ന അപ്പൻ അവിടെയുണ്ട്. ആ മകളെ ആർക്കും തൊടാൻ പറ്റില്ല, അടുക്കാൻ പോലും ആർക്കും പറ്റില്ല. ഫീമെയിൽ പ്രൊഡ്യൂസറായ പലർക്കും അപ്പുറത്ത് പവർ പൊസിഷനിൽ ഭർത്താവ് ഉണ്ടാകും. ആ പവർ പൊസിഷനിൽ ഭർത്താവ് ഉള്ളപ്പോൾ അവർക്ക് എന്തും ചെയ്യാം. ഒരാളും അവരെ തിരിച്ച് ചോദ്യം ചെയ്യില്ല. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടി എന്ന് ചോദിക്കില്ല. കാര്യം അപ്പുറത്ത് പവർ പൊസിഷനിൽ അവർക്ക് ഭർത്താവുണ്ട്. അങ്ങനെയും ഒരു ഇക്വേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിനും ആക്ടേഴ്സിനും ധൈര്യത്തോടെ പല കാര്യങ്ങളും പറയാം. ആരും ചോദിക്കാനും പറയാനുമില്ല. അത് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. താരാരാധനയിൽ മുഴുകി പോകുന്നതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം അത് നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. മോഹൻലാലിനെ കൂടാതെ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും പരോക്ഷമായി സാന്ദ്ര പരാമർശിച്ചിട്ടുണ്ടെന്ന് വാദമുണ്ട്. നിലവിൽ മോളിവുഡിലെ മുൻനിര നിർമ്മാതാവായി അറിയപ്പെടുന്നവരിൽ ഒരാളാണ് സുപ്രിയ മേനോൻ. വർഷങ്ങളായി സിനിമാ രംഗത്തുള്ള നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ജനശ്രദ്ധയും സ്വീകാര്യതയും സുപ്രിയയ്ക്ക് ലഭിക്കുന്നു. പൃഥ്വിരാജിന്റെ ഭാര്യ എന്ന പേരാണ് ഇതിന് കാരണമെന്ന് സിനിമാ പ്രേമികൾക്ക് അഭിപ്രായമുണ്ട്. സുപ്രീം ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. സുപ്രീം പൃഥ്വിരാജൻ നയിക്കുന്ന പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ഒരുപിടി ശ്രദ്ധേയ സിനിമകൾ ഇതിനോടകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. പ്രൊഡക്ഷൻ ഹൗസിന്റെ പല കാര്യങ്ങളും നോക്കി നടത്തുന്നത് സുപ്രിയാണ്. ജേർണലിസ്റ്റായിരുന്ന സുപ്രിയ വിവാഹശേഷമാണ് സിനിമാ രംഗത്തെ അടുത്തറിയുന്നത്. കുറച്ചു കാലത്തിനുള്ളിൽ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കടന്നു. സിനിമയിൽ വരുന്നതിന് മുമ്പ് 10 വർഷത്തോളം ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു. അതിൽ പൃഥ്വിയോട് എനിക്ക് നന്ദി പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന ഘട്ടത്തിൽ ഈ ലോകത്തേക്ക് പൃഥ്വിരാജാണ് എന്നെ കൊണ്ടുവന്നതെന്ന് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ സുപ്രിയ പറയുകയുണ്ടായി. എന്തായാലും സാന്ദ്ര തോമസ് വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു അവസരമാണിപ്പോൾ. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. എറണാകുളം സബ് കോടതിയിലാണ് ഹർജി സമർപ്പിക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള സാന്ദ്ര തോമസിന്റെ പത്രികയാണ് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തള്ളിയത്. പത്രിക തള്ളിയതിനെ സാന്ദ്ര തോമസ് ശക്തമായി പ്രതിഷേധിച്ചു. ഭരണാധികാരികളുമായും മറ്റ് അംഗങ്ങളുമായും വാക്കേറ്റവും ബഹളവും ഉണ്ടായി. തന്നോട് കാണിച്ചത് അനീതിയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാന്ദ്ര പ്രതികരിച്ചിരുന്നു. ഈ മാസം 14 പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രികയാണ് തള്ളിയത്. ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക പരിഗണിക്കുന്നതിനിടയിൽ വാക്കുതർക്കം ഉണ്ടായി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം എന്നതായിരുന്നു ഭരണാധികാരികളുടെ നിലപാട്. 9 സിനിമകൾ നിർമ്മിച്ചയാളാണ് താനെന്നും ഫ്രൈഡേ ഫിലിംസുമായി സഹകരിച്ച് 7 സിനിമകളും സ്വന്തം ബാനറിൽ 2 സിനിമകളും നിർമ്മിച്ചെന്നും സാന്ദ്ര ഭരണാധികാരികൾക്ക് മുന്നിൽ വ്യക്തമാക്കി. ഇതിനെ പിന്തുണച്ചുകൊണ്ട് നടനും നിർമ്മാതാവുമായ പ്രകാശ് പാരെ വരെ എത്തിയിരുന്നു.